ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും വലിയ നുണ എന്താണെന്നറിയാമോ? ഇന്ന് മുതൽ ഞാൻ ഡയറ്റിങ്ങിലാണ്, മധുരം പൂർണ്ണമായി ഒഴിവാക്കി എന്ന് പറയുന്നത്. ചുവപ്പെനിക്ക്, പച്ച നിനക്ക്, മഞ്ഞ അവൾക്ക് എന്ന് പറഞ്ഞ് കൂട്ടുകാരുമായി നോക്കി തല്ലുകൂടി പങ്കിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഇപ്പം നിങ്ങൾ വിചാരിക്കും അത് പോപ്പിൻസ് ആണെന്ന്. അല്ല, അത് ജംസാണ്. ഈ കഥ നടക്കുമ്പോൾ ആ ജംസ് മിഠായിയുടെ പാക്കറ്റിന് ഇത്തിരി പരിഷ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ ജംസ് മിഠായി കഴിക്കാൻ കൊതിച്ച സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഒരു നഴ്സറി ടീച്ചറാണ്. അപ്പോൾ ഈ നഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒരു ചുവന്ന കളറുള്ള അയൺ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് അത് കളയാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു അമ്മായി. നമ്മുടെ പരിഷ്കരിച്ച ജംസ് മിഠായിയുടെ പാക്കറ്റിനാണെങ്കിൽ ഇതുമായിട്ട് ലേശം സാമ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ എൻ്റെ പാക്കറ്റ് പുറത്തെടുത്തു. എന്നിട്ട് ഒരെണ്ണം അങ്ങെടുത്ത് വായിലിട്ടു. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, ഒരുമാതിരി കയപ്പും ചവർപ്പും എല്ലാം കൂടിയ ഒരു രുചി. അത് പിന്നെ പുതിയ മോഡൽ ജംസ് ആയതുകൊണ്ട് കുറച്ച് കയ്പൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വയം സമാധാനിച്ച് അത് നേരെ വെള്ളവും കുടിച്ച് അതങ്ങ് അകത്താക്കി. എന്നിട്ട് എൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, വേണോ പുതിയ ജംസ് മിഠായി ആർക്കെങ്കിലും വേണോ? എൻ്റെ ഭാഗ്യത്തിനാണോ ആ പാവങ്ങളുടെ ഭാഗ്യത്തിനാണോ എന്നറിയില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേണ്ട. എന്നിട്ട് ആ പാക്കറ്റിലുള്ള ഒരു 12ഓളം ഗുളിക ഒരൊറ്റ ഇരിപ്പിന് വെള്ളം എടുത്ത് കുടിച്ച് ഞാനതങ്ങ് അകത്താക്കി. അങ്ങനെ ആ 12 ജംസ് മിഠായും വിഴുങ്ങി ഞാൻ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അധികം സമയമൊന്നും വൈകിയില്ല. വയറ്റിൽ കിടക്കുന്ന ജംസൊക്കെ റാലിയും മാർച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ദാ വരുന്നു, ഒന്നിനു പുറകെ ഒന്നായി ഛർദി, തളർച്ച, പിന്നെ ഒരു ബഹളമായിരുന്നു. സ്കൂളിലേക്ക് കാറ് പാഞ്ഞു വരുന്നു, ടീച്ചേഴ്സ് എന്നെ എടുത്ത് കാറിൽ കയറ്റുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ അമ്മ നിൽക്കുന്നു. പിന്നെ എന്നെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് കണ്ടതോടുകൂടി അമ്മയുടെ BP കൂടി, അമ്മ തലകറങ്ങി വീണു. പിന്നെ അവരെന്നെ ICUലേക്ക് മാറ്റുന്നു. മെഷീനുകളായി, വയറുകളായി, ആകെ മൊത്തം ബഹളമായി. പിന്നെ വയറൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, അമ്മമാർ പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക, അത്ര തന്നെ. ബി പേഷ്യൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സ്റ്റോറി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.